തേങ്ങാപ്പാൽ ഒഴിഞ്ഞ് കറി വയ്ക്കുന്നതിന് നോക്കാം. നമുക്ക് നോക്കാം ഇരിക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. ഈ കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് നാടൻ കോഴിയാണ് എടുത്തേക്കുന്നത്. ബ്രോയിലർ ചിക്കൻ അല്ല എടുത്തേക്കുന്നത്. നാടൻ കോഴി വെച്ചിട്ട് ഇങ്ങനെ കറി വെച്ചിട്ടുണ്ടെങ്കിൽ ആ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം ഇരിക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ കോഴി എടുത്തിട്ടുണ്ട്. ഇത് ഞാനിവിടെ ഒരു മീഡിയം പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഏത്തക്കായാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഏത്തക്കായ തൊണ്ട് കളഞ്ഞിട്ട് ഇതേപോലെ ഒരു മീഡിയം പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങാപ്പാൽ വേണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ തേങ്ങ പിഴിഞ്ഞ് പാലെടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1-ാം പാലും 2-ാം പാലും കൂടി കൂട്ടിയിട്ട് ഒറ്റ പാലായിട്ടാണ് എടുത്തേക്കുന്നത്. അത് നമ്മുടെ കറിക്ക് എന്തോരം ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് തേങ്ങാപ്പാൽ എടുക്കുക. ഞാനിവിടെ 2.5 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തേക്കുന്നത്. പിന്നെ വേണ്ടത് തക്കാളിന്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മീഡിയം തക്കാളി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില വേണം. പിന്നെ ഞാനിവിടെ ഒരു വലിയൊരു സവോള സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത്, ഒരു 12 വലിയ വെളുത്തുള്ളി ചതച്ചെടുത്തത്, പിന്നെ പച്ചമുളക്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നല്ല എരിവുള്ള ഇതേപോലത്തെ പച്ചമുളകാണ് എടുത്തേക്കുന്നത്. ഇങ്ങനത്തെ മുളക് കിട്ടുകയാണെങ്കിൽ ഇങ്ങനത്തെ മുളക് എടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ സാധാരണ പച്ചമുളക് എടുക്കുക. ഈ മുളക് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് നമുക്ക് ചേർക്കാം. പിന്നെ ഈ കറിയിലേക്ക് നമുക്ക് വേണ്ട മസാലപ്പൊടികൾ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ ഗരം മസാല. ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന എല്ലാ മസാലപ്പൊടികളും കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട്. അത് ഈ കറി നമ്മൾ കുറച്ച് ചാറിൽ വെക്കുന്നത് കൊണ്ടാണ് ഇതിലേക്ക് നമ്മൾ എല്ലാ മസാലപ്പൊടികളും കുറച്ച് കൂടുതൽ ചേർക്കുന്നത്. പിന്നെ ഈ കറിയിലേക്ക് നമുക്ക് താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ചുവന്നുള്ളി സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില വേണം, പിന്നെ കടുക് വേണം. അപ്പം നമുക്ക് നോക്കിയത് എങ്ങനെ കറിയാക്കാന്ന്. ഇനി നമുക്ക് ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഈ കറി വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ വയ്ക്കാം. ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പില ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ആദ്യം സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം, കറിവേപ്പില ചേർക്കാം, മുളക് ചേർക്കാം. ഈ സവോളയ്ക്ക് ഒന്ന് മുരിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ഇപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയ്ക്കൊന്ന് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. നമുക്ക് ആദ്യം മഞ്ഞൾപ്പൊടി ചേർക്കാം. ഞാൻ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ഇപ്പം മഞ്ഞൾപ്പൊടി എണ്ണയിൽ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ആ മഞ്ഞൾപ്പൊടി മുരിഞ്ഞിട്ട് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. ഇപ്പം മല്ലിപ്പൊടിയും എണ്ണയിൽ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം. ഈ മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇപ്പം മസാലപ്പൊടികളെല്ലാം എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കോഴി ചേർക്കാം. തക്കാളി നമുക്ക് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കുന്ന സമയത്ത് തക്കാളി ചേർത്താൽ മതി. അപ്പം ഇതിലേക്ക് നമുക്ക് കോഴി ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് കോഴി വേവാൻ ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ഈ കോഴി നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം വരും. അപ്പം അതനുസരിച്ചിട്ട് വെള്ളം ചേർത്താൽ മതി. ഞാൻ അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് തീ നന്നായിട്ട് കൂട്ടി വയ്ക്കാം. ഈ കറി നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ പിന്നെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ആദ്യം തന്നെ കോഴി നമുക്ക് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. കോഴി നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് നമുക്ക് ഏത്തക്കായും തേങ്ങാപ്പാലും തക്കാളിയും ചേർക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മുടെ ബ്രോയിലർ ചിക്കൻ്റെ പോലെയല്ല, കുറച്ച് സമയം കൂടുതൽ എടുക്കും വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂടി വയ്ക്കാം.
കോഴി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാം, ഏത്തക്കായ ചേർക്കാം, തേങ്ങാപ്പാൽ ചേർക്കാം. ഈ തീ നന്നായിട്ട് കൂട്ടി വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് ഗരം മസാല ചേർക്കാം. നമ്മൾ എടുത്ത് വെച്ചേക്കണ 2 ടേബിൾ സ്പൂൺ ഗരം മസാലയിൽ നിന്ന് 1.5 ടേബിൾ സ്പൂൺ നമുക്ക് ഇപ്പോൾ ചേർക്കാം. ബാക്കിയുള്ള 1/2 ടേബിൾ സ്പൂൺ ഏറ്റവും ലാസ്റ്റ് നമുക്ക് കറിയുടെ ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഈ തേങ്ങാപ്പാൽ നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ പിന്നെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ചിട്ട് ഈ കായൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് വേവിക്കാം. ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ കറിയിൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ കറി നമുക്ക് വേവിച്ചെടുക്കാം. ഈ കായൊക്കെ നന്നായിട്ടൊന്ന് വേവണം. അപ്പോൾ നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഒരു 15 മിനിറ്റിനുള്ളിൽ ഈ കായൊക്കെ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടും. നമുക്ക് മൂടി വയ്ക്കാം. ഇപ്പോൾ കറിയിലേക്ക് നമ്മൾ ആ ചേർത്ത ഏത്തക്കായൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചിക്കനും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ കറിയിലേക്ക് നമുക്ക് താളിച്ച് ചേർക്കാം. ഈ കറിയിലേക്ക് നമുക്ക് താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയൊരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഏറ്റവും ആദ്യം കടുക് ഇട്ടിട്ട് പൊട്ടിക്കാം. ഇപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും ചുവന്നുള്ളിയും ചേർക്കാം. ഇപ്പോൾ ചുവന്നുള്ളിക്ക് ഒന്ന് മൊരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കാം. അപ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു കളറുണ്ടാവും, കറിക്ക് നല്ലൊരു സ്മെല്ലും ഉണ്ടാവും. ഓഫ് ചെയ്യാം. ഇത് നമുക്ക് കറിയിലേക്ക് ചേർക്കാം. ഇപ്പോൾ ഏത്തക്കായ ഇട്ട് വെച്ചാൽ നാടൻ കോഴിക്കറി റെഡി ആയിട്ടുണ്ട്. ഈ കറി നമുക്ക് ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം. എൻ്റെ ഹസ്ബൻഡിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു കറിയാണിത്. ഇത് ഏത്തക്കായ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും.